ഹലോ. ശ്രീ ബിനീഷ്, ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത സ്റ്റീഫൻ എം എൽ എ സ്റ്റീഫൻ എം എൽ എ വണ്ടിക്ക് സൈഡ് കൊടുക്കാത്തതുകൊണ്ട് താങ്കളുടെ കുടുംബത്തിന് നേരെ DFIക്കാർ അക്രമം നടത്തിയെന്ന് വാർത്ത വരുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ? സത്യാവസ്ഥ, ഞങ്ങള് ഒരു വിവാഹ വാർഷിക ഫംഗ്ഷനായിട്ട് പോയതാണ് ഉം, തൂങ്ങാമ്പറ കൃപ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തില്. ഉം, അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ കയറി. ഞാനും വൈഫും ആയിട്ട് കാറിൽ കയറി. അപ്പം പുറത്തോട്ട് വരാൻ വേണ്ടി വന്ന ബ്രദറൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പൊ ഈ അവർക്ക് ഈ വേണ്ടി വെയിറ്റ് താങ്കളുടെ ചെയ്ത്. പറഞ്ഞ താങ്കളുടെ വൈഫാണോ ഗർഭിണിയാണെന്ന് പറയുന്നത്? അതെ, അതെ, 8 മാസം ഗർഭിണിയാണ് ഉം, പുള്ളിക്കാരത്തി. അപ്പോഴത്തേക്കും വണ്ടി നമ്മൾ ഈ മണ്ഡപത്തിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അവരെ കയറ്റാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കയറ്റി, ഞാൻ വൈഫിനെ കയറ്റി. അത് കഴിഞ്ഞിട്ട് ബ്രദർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് കുറച്ച് പയ്യന്മാർ വന്നിട്ട് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഉം, വണ്ടി എടുത്ത് മാറ്റുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. വണ്ടിയുടെ ബാറ്ററിക്ക്, വണ്ടി കുറച്ച് നാൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുവായിരുന്നു. ഉം, അപ്പോൾ ബാറ്ററിയുടെ എന്തോ പ്രോബ്ലം കൊണ്ട് വണ്ടി സെൽഫ് എടുത്തില്ല. ഉം. അപ്പോഴത്തേക്കും ഞാൻ ഈ കുറച്ചു നേരം ഡിലേ വന്നു. ആ സമയത്ത് ഡിലേ വന്ന സമയത്താണ് ഇവര് വന്ന് തെറി വിളിച്ചു, വണ്ടി എടുത്ത് മാറ്റാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബഹളം വെച്ചിട്ട് ഞാൻ പിന്നെ വണ്ടി സ്റ്റാർട്ടായി റോഡിന്റെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കാണ് ഒരു 10-30ഓളം ആൾക്കാർ വന്ന് വണ്ടിക്ക് വട്ടം ചുറ്റും നിന്ന് അപ്പൊ വണ്ടി കാറിൽ അടിച്ച് തകർത്തു. താങ്കളുടെ കുടുംബം കാറിലില്ലായിരുന്നു? അതെ, വൈഫ് ഉണ്ടായിരുന്നു. ഞാനും വൈഫും എന്റെ ഒരു റിലേറ്റീവും ഉണ്ടായിരുന്നു. അനിയൻ കയറിയില്ല. അനിയനെ കയറ്റാൻ വേണ്ടി ആ റോഡിലോട്ട് വണ്ടി ഇറക്കി വന്നത്. അപ്പോഴത്തേനും ഓക്കെ. ഇവരെല്ലാരും കൂടി വന്ന് ഇങ്ങനെ വിൻഡോയിൽ കൂടി കൈയിട്ട് എന്റെ കൈയൊക്കെ പുറത്ത് പിടിച്ച് തിരിച്ചു. കൈക്കൊക്കെ ചെറിയ ഇതുണ്ട്, ഫ്രാക്ചർ പോലെ ഉണ്ട്. പിന്നെ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസിനെ അടിച്ച് തകർത്തു. സൈഡ് വിൻഡ് ഷീൽഡിന്റെ വരുന്ന ഭാഗമൊക്കെ അടിച്ച് തകർത്തു. കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ വലിച്ചു പറിച്ചു. താങ്കളുടെ ആണോ? എന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും വൈഫിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും മിസ്സായിട്ടുണ്ട്. വൈഫിന്റെ മാല അവര് ഇത് ഉള്ളിൽ കൈയൊക്കെ ഇട്ട് എന്നെ പിടിച്ച സമയത്തും ഈ വൈഫ് എന്നെ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വൈഫും കൂടെ എന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ആ സമയത്ത് എന്തോ ഇവര് വലിച്ചു പറിച്ചതാവണം. അപ്പൊ താങ്കൾക്ക് നേരെ മാത്രമല്ല DFIക്കാര് വൈഫിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതെ, അതെ. ഈ സംഭവ സമയത്ത് MLA ഉണ്ടായിരുന്നോ? MLA വണ്ടി അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അകത്തായിരുന്നു തോന്നുന്നു. ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടില്ല. അല്ല, അവര് എന്ത് പറഞ്ഞിട്ടാണ് ഈ കാർ അടിച്ചു ചേർത്തത്? അക്രമം നടത്തി ശരി പറഞ്ഞു. ഇപ്പൊ കാർ അടിച്ചു ചേർത്തപ്പോ എന്ത് പറഞ്ഞാ അവര് അടിച്ചു ചേർത്തവര്? അങ്ങ് പറഞ്ഞ് വണ്ടി മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റാത്തെന്തെന്നാ ചോദിച്ചത്. അത് പറഞ്ഞു താങ്കളുടെ നേരെ അക്രമം നടത്തിയവര്? അതെ, അതെ. ഓക്കെ. ഈ സംഭവം നടന്നത് താങ്കൾക്ക് നേരെ അക്രമം നടന്നപ്പോ MLA പുറത്ത് എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല, കണ്ടില്ല. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഇവരിങ്ങനെ ഈ ബഹളം നടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ പോരാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ആൾ കൂടിയത്. ഓക്കെ. ഈ താങ്കൾ പറഞ്ഞ കല്യാണ സ്ഥലത്ത് വെച്ചാണ് ആക്രമണം നടന്നെന്ന് പറഞ്ഞു. ഈ അതെ, അതെ. മറ്റു ആൾക്കാർ, കല്യാണത്തിൽ വന്ന മറ്റു ആൾക്കാർ കണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കണ്ടായിരുന്നു. അവര് വന്ന് അടുത്ത് റോഡിൽ വെച്ചാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നവരും അവിടെ ഈ CCTV ക്യാമറയിലെ ഇതൊക്കെ വിഷ്വൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല? ഇല്ല. അവരവര് ശ്രദ്ധിക്കാൻ വന്നിട്ട് ഈ അക്രമം നടത്തിയതെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയുന്ന ആൾക്കാരാണ്? മുമ്പ് അറിയുന്ന ആൾക്കാരായിരുന്നു? ഇല്ല, എനിക്ക് അറിയാൻ പാടില്ല അവരെയൊന്നും. ആരാ താങ്കൾക്ക് അറിയാൻ പാടില്ല അല്ലേ? ഇല്ല, അറിയാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണോ? സ്റ്റേഷനിൽ? അതെ, സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു ഇന്നലെ രാത്രി തന്നെ. ഇപ്പൊ ഇത്രയും സംഭവം പുറത്തു വന്നപ്പോ MLA ഭാഗത്ത് നിന്ന് ഫോൺ കോളോ ആരെങ്കിലും വിളിച്ചായിരുന്നു? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. പാർട്ടി പരമായിട്ട് താങ്കൾക്കെതിരെ ആരും വിളിച്ചിട്ടില്ല? ഇല്ല.